ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവില്ലേ? ഇന്ന് എന്താ അറിയോ ടാസ്ക്? അനീഷ് എല്ലാവരും ഇരിക്കുമല്ലോ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ അനീഷ് കോർണറിൽ മാത്രമേ ഇരിക്കുള്ളൂ എപ്പോഴും. അപ്പം അനീഷിന് കോർണറിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം നൂറ് എന്ത് ചെയ്തിട്ട് 2 കോർണറിലും മാറ്റിയിരുന്നു. അത് അനീഷിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അനീഷ് ആരുടെ ഇടയിലും പോയിട്ട് ഇരിക്കില്ല, എന്നും ഒറ്റപ്പെട്ട ഒരു രീതിക്കാണ് നടക്കവും വെക്കും ഇരിക്കലും എല്ലാമേ. അപ്പൊ ഇവരിത് വേണമെന്ന് വെച്ചിട്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി കോർണറിൽ ഇരുന്നു. അനീഷ് എന്നിട്ട് ബിഗ് ബോസ് എനിക്ക് ഇവിടെ പറ്റില്ല, ഞാൻ കോർണറിലേ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് കിടന്നിട്ട് അനീഷ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു, ശരി അനീഷ്, എല്ലാവരും ഇരിക്കുന്നവിടെ നിങ്ങൾക്കൊരു പ്ലേസ് ഉണ്ടല്ലോ, അതിലിരുന്നോളാം പറഞ്ഞു. അതോ എന്നിട്ടും അനീഷ് എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ വേണ്ടി ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടും കൂടിയിട്ട് ഇത്രയും മെച്യൂരിറ്റി ആയവര് ഇതിനു വേണ്ടിയും ഒരു തർക്കം അവിടെ കാണുന്നു ബിഗ് ബോസില്. പിന്നെ പണിപ്പുര വീട്ടില് പോയല്ലോ, അതില് ഇവർക്ക് സ്മാൾ ബോംബാണ് നിറയെ കിട്ടിയത്. ഇതിന്റെ ടാസ്ക് ഒരാളെ പോലെ തന്നെ മറ്റൊരാൾ ചെയ്യണമെന്നാണ് ഇതിന്റെ മെയിൻ ടാസ്ക്. അപ്പൊ ഇത് വന്നിട്ട് വൈൽഡ് കാർഡ് എൻട്രിയിലുള്ളവർ വേണം ചൂസ് ചെയ്യണമെങ്കിൽ. ആരുടെയാണ് വെച്ച് ചൂസ് ചെയ്യേണ്ടത്? രണ്ടുപേരും ചൂസ് ചെയ്യണം. അത് ഒനിയിലും ജിസൈലിനെയാണ് ചൂസ് ചെയ്തത്. ഒനിയിൽ വന്നിട്ട് ഇനി ഒരാളിനെ ചൂസ് ചെയ്യണം. ഒനിയിൽ ഷാനവാസിനെയും ജിസൈല് അനുമോളെയും ചൂസ് ചെയ്തു. ജിസൈല് അനുമോള് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കാണാൻ നന്നായിരുന്നു, പക്ഷെ അതൊരു ടാസ്ക്കാണ്. ഐസ് കട്ടയെടുത്ത് വായിലിട്ടിട്ട് നടക്കണോ, അതേപോലെ ചെയ്യണമല്ലോ ജിസൈലും അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അടിച്ചു കിടന്നടിക്കണു പറഞ്ഞ മാതിരി അനുമോള് ചെയ്യുന്നത് കാണാൻ നന്നായിരുന്നു. അതൊരു ടാസ്ക് ആണെങ്കിലും അവൾ നന്നായിട്ട് ആ ടാസ്ക് സൂപ്പറായി ചെയ്തു. അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തു. കാണുമ്പൊക്കെ നന്നായിരുന്നു. പിന്നെ പഴയ ആൾക്കാർ ഒരു ടീമും പുതിയ ആൾക്കാർ ഒരു ടീമുമാണ് ആയ പോലെ ഉണ്ട് ഇപ്പൊ അവിടെ. ആദ്യത്തെ ഡ്രസ്സ് എടുത്തിട്ട് ലക്ഷ്മി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ എന്തോ അഴുക്ക് ഡ്രസ്സ് താഴെ വീണുവെന്നോ അതെടുത്ത് ലക്ഷ്മി മേലെ വെച്ചില്ല എന്നോ പറഞ്ഞിട്ട് ഭയങ്കര തർക്കാര്യം. അപ്പൊ ലക്ഷ്മി പറയുന്നു, എനിക്ക് മറ്റൊരാളുടെ അഴുക്ക് ഡ്രസ്സ് എടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്, ഞാൻ അവിടെയല്ല വെച്ചത്, ഇരിക്കുന്ന അവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക്. ആരും എന്താ ചെയ്യുന്നത്? ബെഡിൽ ലക്ഷ്മിയുടെ പില്ലോസിനൊക്കെ എടുത്ത് വീശണു, ലക്ഷ്മിയുടെ ചെരുപ്പെടുത്ത് വീശണു, ഈ തിങ്സിനെയൊക്കെ എടുത്തിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് വീശണു, സെറ്റിന്റെ പുറത്തേക്കേ വീശണു. ആരും ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്ര തർക്കിക്കുകയും ചെയ്തിട്ട് ലക്ഷ്മിയുടെ സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ വീശുമ്പോ കാണുമ്പോ എങ്ങനെയുണ്ട്? നമ്മളൊക്കെ നന്നായിട്ടാണുള്ളത്. തൊപ്പി ടാസ്കിന്റെ അടുത്ത റൗണ്ടില് ക്യാപ്റ്റന്മാരിനെ കളിക്കണം. അത് വന്ന് ബോളിന്റെ ടാസ്ക് ആയിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് എളുപ്പം മാതിരി ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ടഫായ മാതിരിയാണ് അവർ പറയുന്നത്. ആ ടാസ്കിൽ ജയിച്ചത് വന്നിട്ട് നൂറിയും ഒനിയിലുമാണ് അതിൽ ജയിച്ചത്. പിന്നെ നൂറി ഇപ്പൊ ഇപ്രാവശ്യം 2 ടാസ്കിൽ ജയിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാതെ ബിഗ് ബോസ് കാണുക. അല്ല അത് എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇടുക. വീണ്ടും നാളെ കാണാം. ബൈ.